ഹായ്, ഇന്ന് നമുക്ക് ഹലുവകളുടെ രാജാവ് ഉണ്ടാക്കി നോക്കിയാലോ? അശോക ഹലുവ. ഇത് ഒരു തഞ്ചാവൂർ ബ്രാഹ്മിൻ സ്പെഷ്യൽ ഹലുവയാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹലുവയാണ്. ഇതുപോലെ നല്ല വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോണ അശോക ഹലുവ. അതുപോലെ മിക്സ്ചറൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? വരും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പ്, പിന്നെ ഒരു അര ജാതിക്ക പൊടിച്ചത്, പിന്നെ ഒരു 3 സ്പൂൺ ഗോതമ്പ് പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ട്, വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ ഈ ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് നല്ല മണം വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ മൈസൂർ പാവിനൊക്കെ വറുക്കില്ലേ, അതുപോലെ ഇത് നന്നായിട്ടൊന്ന് മണം വരുന്ന പോലെ ഇതുപോലെ വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മളുടെ ചെറുപയർ പരിപ്പും കൂടെ നന്നായിട്ട് മണം വരുന്ന പോലെ വറുത്തെടുക്കണം. ഇത് പണ്ട് യുദ്ധകാലത്ത് ഗോതമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ചെറുപയറായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഹലുവയാണ് അത്ര ഇത്. അപ്പോൾ ഈ വറുത്ത പയറിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് 1-2 ഏലക്കായ കൂടി ചേർത്ത് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏലക്കായ ഇതിലേക്ക് ഇട്ടോളൂ, പിന്നെ പൊടിച്ച് ചേർക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പാണ് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടി വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ജാതിക്കപ്പൊടിയിൽ ഒരു ചെറിയ കഷ്ണം നമ്മളുടെ പച്ച കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കശുവണ്ടി, പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരി. അപ്പോൾ ഈ 1/2 കപ്പിൽ കൂടുതൽ ഈ നെയ്യ് എന്തായാലും അതിൽ ചേർക്കണം. അപ്പോഴാണ് ആ ഹലുവയ്ക്ക് അതിൻ്റെ ട്രഡീഷണൽ ആ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല മണമുള്ള നെയ്യ് ചേർത്തിക്കോളും. ഒത്തിരി നെയ്യ് ചേർത്തി നമുക്കിതാ ഈ കശുവണ്ടി ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്ത് കോരി മാറ്റാം കേട്ടോ. തഞ്ചാവൂർ തിരുവയ്യാർ എന്ന സ്ഥലത്ത് രാമുയ്യർ എന്ന് പറയുന്ന ഒരു ഹോട്ടലുടമ കണ്ടുപിടിച്ച ഈ ഹലുവ പിന്നീട് വളരെ പ്രശസ്തമായി മാറിയെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മിക്സിയിലിട്ടിട്ട് ചൂടാറിയ ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഇപ്പോൾ നമുക്ക് ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ കാണാൻ. ഇനി നമുക്കിത് നമ്മൾ ആ മുന്തിരി ഇതൊക്കെ വറുത്ത അതേ നെയ്മയുള്ള ചീഞ്ചട്ടിയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് മുഴുവൻ ചേർത്തി കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്തിക്കോളൂ കേട്ടോ, നിങ്ങളുടെ മധുരത്തിന് കണക്കിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാര അലിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായി വെള്ളം പോലെ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതാ ഇതുപോലെ ഓരോ സ്പൂൺ നെയ്യ് കൂട്ടി കൊടുത്തിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് നമുക്കതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കണം നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, നെയ്യിൽ വറുത്തത്, അതും കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അത് ചേർത്തി കൊടുത്തിട്ട് മിക്സ് ചെയ്യണത്. പക്ഷേ എന്താ ചെയ്യുക, ആ സമയത്ത് വീഡിയോ ഓണായില്ലെന്ന് തോന്നുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ ഇതിലേക്ക് അത് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ആ നെയ്യ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ആ അരികിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പോലെ ആക്കണം കേട്ടോ. അത് വിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് കളർ ചേർത്തണം. കളർ ചേർത്തിയേ പറ്റുള്ളൂ. നല്ല ഡാർക്ക് റെഡ് കളറ്, അല്ലെങ്കിൽ ഓറഞ്ചും, പക്ഷേ റെഡ് കളറാണ് കേട്ടോ ഇതിന് നല്ലത്. റെഡ് കളർ ചേർത്തിയിട്ടാണ് അശോക ഹലുവ കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ഡാർക്ക് റെഡ്, ഇല്ലെങ്കിൽ ഓറഞ്ച് ചേർത്തിക്കോളൂ. അപ്പോൾ ആ കളറും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ജാതിക്ക പൊടിച്ചതും നമ്മുടെ പച്ചക്കർപ്പൂരം എല്ലാം കൂടി ചേർത്തിട്ട് ഇതൊരു 5-10 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ഒരു അരമണിക്കൂർ നമുക്ക് ടൈം എടുക്കും ഈ ഹലുവ റെഡിയായി വരാൻ. ഇപ്പോൾ നോക്കൂ, നെയ്യൊക്കെ തെളിഞ്ഞ് ഈ അരിക്ക് വിട്ട് വന്ന് തുടങ്ങിയിട്ട് നല്ല ഡാർക്ക് റെഡ് കളറല്ലേ, റെഡ് കളർ തന്നെ ചേർത്തിക്കോളൂ കേട്ടോ, അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇത് നോക്കപ്പോൾ നല്ല സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങി. ഇപ്പോൾ ഇത് 1/4 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ട് വീഴണ്ടേ, ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ വറുത്ത് വെച്ചതും കൂടി ചേർത്തി നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതിനെ ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേശ്ശെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര ടേസ്റ്റാണ് ഇത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും ഇത്ര നെയ്യും ഇതൊക്കെ ഹെൽത്തി ആണോന്ന്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇടയ്ക്ക് നമ്മൾ ട്രഡീഷണൽ ഫുഡ് കഴിക്കണം. പിന്നെ നെയ്യ് നല്ലതാണല്ലോ ശരീരത്തിന്, അപ്പോൾ കഴിക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അശോക ഹൽവ ഇഷ്ടമാണോ, നിങ്ങൾ കഴിക്കാറുണ്ടോ, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തഞ്ചാവൂർ പോണവർ എന്തായാലും ഇത് മറക്കാതെ വാങ്ങി കഴിച്ചോളൂ. അവിടെ സ്പെഷ്യൽ കടകളുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഹലുവ ഇതുപോലെ ഇങ്ങനെ ചൂടോടെ എടുക്കുക. എന്നിട്ട് അതിന് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ ഇങ്ങനെ മാറ്റാം കേട്ടോ.
എന്നിട്ട് നല്ല എരിവുള്ള മിക്സ്ചർ, ഇളം ചൂടുള്ള ഹലുവ കേട്ടോ ഇത്, നല്ല എരിവുള്ള മിക്സ്ചറും കൂടെ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ അല്ലേ, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും തഞ്ചാവൂർ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കുക. ഒരു അരമണിക്കൂർ മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ഇളം ചൂടോടുകൂടെ ഇങ്ങനെ കഴിച്ചു നോക്കൂ, വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.